ഈ ഫോണിൽ പിടിക്കടാ. 2024 means this year, ഈ കൊല്ലം. ഞാൻ വിചാരിച്ച അത്ര അടി എല്ലാത്തിനും കാരണം ഞാൻ ലേറ്റ് ആവാനും ഇതിനും നന്നായില്ലെങ്കിലും പറയാം, നന്നായാലും പറയാം. ശരി ആടോ. ആ അത് ചെയ്യാ. അങ്ങനെ പൈസ ഉണ്ടാക്കണ്ടാ. ബ്യൂട്ടിഫുൾ പീപ്പിൾ, ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ അഞ്ജുവിന്റെ ചേച്ചീനെ കൂട്ടാൻ വേണ്ടിയിട്ട് എങ്ങോട്ട് പോവാണ്? എയർപോർട്ട് പോവാണ്. അവിടെയാണ് കിട്ടുള്ളൂ എന്നാ പറഞ്ഞു. പക്ഷെ നമുക്ക് അവിടെ പോയിട്ട് കൂട്ടിയിട്ട് വരാം. പരിപാടി നോക്കാം. നിങ്ങൾ ആളെ കണ്ടിട്ടില്ലല്ലോ, ആളെ പരിചയപ്പെടുത്താട്ടോ. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അഞ്ജുവിന്റെ അച്ഛനും അമ്മയ്ക്കും അറിയില്ല ആര് ചേച്ചി വരുന്ന കാര്യം. സോ ഇറ്റ്സ് എ സർപ്രൈസ്. നമുക്ക് നോക്കി നോക്കാം അപ്പൊ എന്താ പരിപാടി. ഞാൻ ശരിക്കും എക്സൈറ്റഡാ. അപ്പൊ എന്താ പരിപാടി നമുക്ക് നോക്കാട്ടാ. നമ്മള് തിരക്കുള്ള ആൾക്കാരല്ലേ, സെലിബ്രിറ്റീസ് ആവുമ്പോ പിന്നെ. എന്നിട്ട് എന്താണ് ഇന്നത്തെ പ്ലാന്? അപ്പൊ ഫ്രണ്ടിലിരിക്കുന്ന ആളാണ് സ്വത്തു, അല്ലെങ്കിൽ ജിതിൻ കൃഷ്ണ. ബാക്കിലിരിക്കുന്ന അഞ്ജു അഥവാ അഞ്ജന. അപ്പൊ അവളെ ചേച്ചിനെ കൂട്ടാൻ നമ്മൾ പോണേട്ടോ. അങ്ങനെ ഞങ്ങൾ എന്താ ചെയ്ത് വെച്ചാല് നമ്മള് ടോൾ ഒഴിവാക്കിട്ട് പോണം. അങ്ങനെ പൈസ ഉണ്ടാക്കണ്ടാ. അപ്പൊ നമ്മൾ ആ വേറെ വഴി കൂടെയാണ് പോയിക്കൊണ്ടിരിക്കണേ. അപ്പോൾ നമുക്ക് അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കണം. എവിടെ ഫുഡ് കഴിക്കണം എന്നൊക്കെ കാണിച്ചു തരാം. നന്നായില്ലെങ്കിലും പറയാം, നന്നായാലും പറയാം. ശരി. എന്ത് കഴിഞ്ഞു? നമ്മള് സക്സസ്ഫുള്ളി നമ്മൾ ഇതിന്ന് എന്താ പറയാ ടോളൊക്കെ ഒഴിവാക്കി നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആമ്പല്ലൂർ സിഗ്നലിന്റെ നമ്മള് നേരെ എറണാകുളം പോണ സൈഡിലേക്ക് ആമ്പല്ലൂർ സിഗ്നൽ എത്തനെക്കാട്ടി മുന്നേ ആമ്പല്ലൂർ സിഗ്നൽ അല്ല, ടോൾ പ്ലാസയുടെ നേരെ ലെഫ്റ്റിലേക്ക് ഒരു വഴിയുണ്ട്. അങ്ങോട്ട് കയറിയത് പറ്റിച്ചാൽ നമുക്ക് തിരിച്ചു പോകുമ്പോൾ അത് കവർ ചെയ്യും. ബാക്കി നമുക്ക് ഫുഡ് കഴിക്കുന്ന സ്ഥലത്ത് എത്തിയിട്ട് നിർത്താണോ. നമ്മൾ പോകുന്ന വഴിയിൽ അവിടെ ഇവിടെ കുറേ റെസ്റ്റോറൻറ്റ് ചെക്കൗട്ട് ചെയ്തെങ്കിലും ഒരു തൃപ്തി തോന്നിയില്ല. ഫൈനലി നമ്മൾ അങ്കമാലി ഈസ്റ്റൊക്കെ എത്തിയപ്പോൾ അവിടെ ടിഫാനി റെസ്റ്റോറൻറ്റ് കണ്ടു. കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ, നല്ല ഫുഡായിരുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ ക്ലിപ്സ് എന്തായാലും ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെ ഇവിടെ നിർത്തിയൊന്നും ആഡ് ചെയ്തില്ല, വെറുതെ ലെങ്ത്ത് കൂട്ടണ്ടെന്ന് വെച്ച് വീഡിയോ. പെണ്ണിന് എന്താ അഞ്ചു പറയാം? സിംഹി അല്ല, അത്ര പുലി അത്ര സിംഹത്തിൻ്റെ ആടോ. ആ അത് ചെയ്യാം. ശേ അതെ, ഇതൊക്കെ ഉണ്ടോ പേട്ട എന്നെ പേട്ടെ. ഞാൻ പിന്നെ ഇതും പിന്നെ ഇതും അതേ കഴിക്കണല്ലോ. തിരി വളരെ അമ്മ എത്തി, അനന്തേട്ടുണ്ട് ഇത്ര അവിടെ. ആ ഇറങ്ങി. അപ്പൊ ദൈവം സഹായിച്ചിട്ട് കറക്റ്റ് സമയല്ലേ. ഞാൻ പറഞ്ഞ മാതിരി തന്നെ ആയി. എന്റെ ഓപ്ഷനുകൾ എടുത്തില്ല. എന്താണ് കൂടെ പറയണ ഇവിടെ എത്തി, എയർപോർട്ടിനുള്ളിൽ എത്തി. ഞാൻ കള്ളം പറയാൻ മച്ചാനെ. ടെർമിനൽ 3 അല്ലേ? ആരും ഇറങ്ങുന്നില്ല കേട്ടോ, കേറിക്കോ. അവിടെ വരും. എനിക്ക് വീട്ടിൽ ചെന്ന അതന്നെ ഞാൻ കേട്ടു. അപ്പൂന്റെ തലക്കണ്ട് ഇതൊക്കെ ഞാൻ എടുക്കണ്ടോ അപ്പൂ? ഇതൊക്കെ ഞാൻ വീഡിയോ എടുക്കണ്ടോ? തെളിവായിരിക്കല്ലേ? അതല്ല കണ്ണ് കേറിയുണ്ടെന്ന് ചീത്ത വെക്കണല്ലോ ഭഗവാനെ. എന്താ പറഞ്ഞോ, കുട്ടിയൊക്കെ ആയിട്ടാണ് വരുന്നത്. അത് വേറെ ഞാൻ ഇതന്നല്ലേ. അയ്യോ സന്തോഷം. അയ്യോ
അഞ്ജുവിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ. അപ്പോ യെസ് വീഡിയോയിൽ ഉണ്ടാവും കേട്ടോ. അറിയാ പറഞ്ഞായിരുന്നു. നമുക്കൊന്ന് അല്ലേ ക്ഷീണം ഉണ്ടാവും അല്ലേ ഇങ്ങനെ വെറുതെ. നമ്മള് ലേറ്റ് ആയി വന്നപ്പോഴും പക്ഷെ എന്നാലും കണ്ടോ സാധനങ്ങള്. അഞ്ചു ആണ് എല്ലാത്തിനും കാരണം, ഇങ്ങനെ ലേറ്റ് ആവാനും ഇതിനും ഇതൊക്കെ. 10 മണി സെറ്റല്ലേ? നമ്മൾ നേരെ പോവാം. അനന്തുവേട്ടനെ പരിചയപ്പെടുത്ത്. അഞ്ചു സൂചിപ്പിക്കണു മൂഞ്ചിയന്റെ ഭാഗമായിട്ട്. അയ്യോ അവൻ വരുന്ന വിചാരിച്ചിട്ട് ഇവൻ എന്റെ അടുത്ത് വീട്ടിൽ പോയെന്നും പറഞ്ഞിട്ട് പോയതാ. ഞാൻ ആ ശരി ഓക്കെ ബായിടാന്ന് എനിക്ക് എടുക്കാൻ പറ്റില്ല. ഇങ്ങോട്ട് നോക്കൂ സുന്ദരി. അതൊന്നും നീ പറയണ്ട. അവിടുന്ന് വൈഫൈ കണക്ട് ചെയ്യാൻ നോക്കി, പറ്റുന്നില്ല. സൗണ്ട് അത് പോയി. അത് ഞാൻ അറിയോ 2024 ഈ കൊല്ലം, ഞാൻ വിചാരിച്ച അത്ര അടി. ഈ കൊല്ലം ഫസ്റ്റ് മാസം ജാനുവരിയിൽ ഡേറ്റ് കഴിഞ്ഞ സാധനം ഞാന് ഇരുന്ന് തിന്നിയ തൊണ്ടാന പറഞ്ഞില്ല. എന്നല്ലേ അയ്യോ കഴിക്കുന്നുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാ വിശക്കണില്ല. ഇവിടെ ഈ തിരക്ക് വിട്ടിട്ട് പോലെ അതാവും നല്ലത്. ആ സാധനം മാറ്റോ ആവശ്യമില്ലാത്തപ്പോ മാത്രം എടുത്തോ. വേണ്ടിട്ട് വീഡിയോ കോൾ ചെയ്ത് ഈ പെണ്ണാണെങ്കിൽ വീഡിയോ എടുക്കുന്നു. അതെന്റെയും കൂടി എന്തേലും കൂടി പറയണായിരുന്നു. അതിന് വേണ്ടിട്ടാണ്. എടാ നീ മുഖം ഞാൻ മറച്ച അതുകൊണ്ടാണോ അതില് ബ്രൈറ്റ്നസ് കിട്ടുന്നത് കാണാൻ. ഫുള്ള ബ്രൈറ്റ്നസ്. അതെന്റെ മറ്റേ സ്ക്രീനാണ്. എന്താണ് അഞ്ജുനോട് എന്താ പറയണ്ട? ചാനലിൽ ഇടണ്ടേ? നിന്നെ ഫേമസ് ആക്കാൻ വേണ്ടിട്ട് എന്റെ ആകെയുള്ള ഒരു നൻപനാണ് അവിടുത്തെ. അതെ. അയ്യോ എടാ കുറച്ചുകൂടെ പ്ലേ സ്റ്റോർ നോക്കാണ്. ശരി ആപ്പ് സ്റ്റോറാ പ്ലേ സ്റ്റോർ. ഹോട്ട്സ്പോട്ട് കണക്റ്റാ. ഇതിനെ കത്തിച്ചു ആണല്ലോ. പപ്പാനിയല്ലേ? വേണ്ട പൈസ കൊടുക്കണേ. പൈസ കൊടുക്കണ്ടേ? അവൻ നിന്റെ അടുത്ത് അവന്റെ അടുത്ത് വെച്ചോ. ഞാൻ പറയാ ഒരു കഷ്ടം. എന്നാ മറ്റേ മിണ്ടാർന്നില്ലേ വണ്ടി മേലെ? മിണ്ടിക്കോ. പിന്നെ അതാ തെറ്റിട്ട് സോറി അവള് പറയണത്രേ. ആ നന്നായിണ്ട് കേട്ടോ. 5 വീണ്ടും ആറ്റിറ്റ്യൂഡ് ഉണ്ട്. ഇവിടെ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറഞ്ഞാൽ അഞ്ജുവിൻ്റെ വീട്ടിൽ പറഞ്ഞിട്ടില്ല ചേച്ചി വരുന്ന കാര്യം. സോ അഞ്ജുവിനെ എന്ന് വെച്ചെങ്കിലും കൊണ്ടുപോകും വേണം എയർപോർട്ടിലേക്ക്. സോ അതായിരുന്നു ഏറ്റവും വലിയൊരു റിസ്കി തിങ്. അതും ആ ടൈം മാനേജ്മെൻറ്റ് സംഭവം നമ്മൾ അതും ഇതൊക്കെ പറഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്. എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ത്രൂ ഔട്ട് വാച്ച് ചെയ്യണം. അടിപൊളി സർപ്രൈസ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് കേട്ടോ. സോ അത് കണ്ടാൽ മനസ്സിലാവുക എന്താണ് ലെവല്. അത്യാവശ്യത്തിൻ്റെ ബില്ല് നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. കാണുമ്പോൾ ഭയങ്കര സിമ്പിളാണെങ്കിലും ഒക്കെ ഒന്ന് മാനേജ് ചെയ്ത് ഒന്നിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇത്തിരി പണിപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഒന്ന് കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറയൂ. മാത്രമല്ല അഞ്ജുവിൻ്റെ മെയിനായിട്ടാണ് പിണക്കം. അപ്പോൾ ഇപ്പോൾ പിണങ്ങുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അഞ്ജുവിൻ്റെ വീട്ടിൽ അഞ്ജുവിൻ്റെ ചേച്ചി പറയാൻ പറഞ്ഞായിരുന്നു മീൻ വറുത്ത ഉണ്ടാക്കി തരാൻ. മീൻ വറുത്ത ഉണ്ടാക്കി വെക്കാൻ അഞ്ജു അത് പറയാൻ മറന്നു. ലാസ്റ്റ് ഞാൻ വിളിച്ചൊരു ഇതൊക്കെ പറഞ്ഞ് സെറ്റിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ചേച്ചി പറയണത് എന്താ വെച്ചാൽ അങ്ങനെ പറയണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അതാണ് ഇപ്പോൾ ഈ ഒരു വഴക്കിന് കാര്യം. വഴക്ക് പിന്നെ പെട്ടെന്നൊന്നും സോൾവ് ചെയ്യാറില്ല, കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം സോൾവ് ആവും. നമ്മളിത് സർപ്രൈസ് കൊടുക്കാൻ പറ്റാത്ത ലൊക്കേഷനിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അഞ്ചു ഇപ്പോൾ ഒരുവിധം പിണങ്ങിയത് മാറി. ഇപ്പൊ ഞങ്ങള് അടുത്ത് പിണങ്ങി വേണ്ടല്ലേ. അവൾക്കൊരു മോശമുള്ളതുകൊണ്ട് ഞങ്ങൾ അത് ഇടുന്നില്ല. പക്ഷെ അത് ഉണ്ടായിരുന്നു കേട്ടോ. മാർക്കോല് കട്ട് ചെയ്ത പോലെ ഞങ്ങൾ ഈ സീൻ കട്ട് ചെയ്യാണ് സെൻസർ ഇടുന്നില്ല. നമ്മള് ചെരുപ്പ് മേടിക്കാൻ വന്നിട്ടാണ് 10 മണി. ഇപ്പൊ കോമഡി എന്താ വെച്ചാ ഇതിന്റെ മൊത്തം ഇത് എടുക്കണാണ് പോണത്.
ഇതിലത്തെ മൊത്തം ഇഷ്ടമായിട്ടും ഇല്ലല്ലോ സത്യത്തില്. ഇത് ഓക്കെയാണ് എന്റെ സൈസ് കിട്ടിയത്. ഇതിലെ ട്വിസ്റ്റ് എന്താ വെച്ചാൽ ഒറ്റ ചെരുപ്പ് പോലും എടുത്തുമില്ല. 1 മണിക്കൂർ കറക്റ്റ് അവിടെ ചിലവാക്കുകയും ചെയ്തിട്ടുണ്ട്. ബ്രോൻ എന്താ തോന്നുന്നു, എടുക്കുവോ? പീപ്പിൾ അങ്ങനെ നമ്മള് ഫൈനലി ഇവിടെ എത്തിയിട്ടുണ്ട്. എവിടെ? പമ്പിൽ എത്തിയിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങളുണ്ട്, പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് ലേറ്റ് ആയി. ഇനിയാണ് നമ്മുടെ ഗ്രേറ്റ് ഇവന്റ് എന്ന് പറയുന്ന സർപ്രൈസ് കൊടുക്കാൻ പോണത്. അപ്പൊ നമുക്ക് എന്താ പരിപാടിന്ന് അപ്പോൾ നമുക്കറിയില്ല. നമ്മള് കുറെ പറ്റിച്ചിട്ടൊക്കെ അപ്പൊ അതുകൊണ്ട് നോക്കാം എന്താ കാര്യം. പിന്നെ എത്രത്തോളം ലൈറ്റ് സപ്പോർട്ടാണെന്ന് അറിയില്ല, കാരണം ഇപ്പൊ തന്നെ കണ്ടോ പണിയാണ്. അപ്പൊ ഇനിയിപ്പോ കുറച്ചും കൂടിയും ലേറ്റ് ആകുമ്പോ എന്താ അവസ്ഥ എന്ന് അറിയില്ല. എന്തായാലും നോക്കാം. നമ്മളെ ഏകദേശം എത്താറായിട്ടുണ്ട്. എക്സൈറ്റഡ് അല്ലേ എല്ലാരും? ആണോ? എന്ത് വേണമെങ്കിൽ സംഭവിക്കാം. കടക്ക് പുറത്ത് പറയോ, വേറെ ആരെയും വേഷം കട്ടിച്ചു കൊടുന്ന് വെച്ചിട്ട് നോക്കാട്ടാ. ഓക്കെ, ഒന്നും കാണാനില്ല, എന്നാലും നമുക്ക് പ്ലാൻ ചെയ്യാം. എന്താ പറയാ? ആ, ഈ ലൈറ്റ് ഇങ്ങനെ ഇടാം. ഞാനും സ്വത്ത് വേണ്ട അല്ലേ? ഞാൻ സ്വത്തും കൂടിയും പോയാൽ മതിയോ? ഞാൻ സ്വത്തും കൂടിയും പോയിട്ട് ഒരു സാധനം കൊടുന്നുണ്ട്, അല്ല മീൻ കൊടുന്നുണ്ട്, പക്ഷെ എന്തോ നല്ല വലിപ്പുണ്ട്. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ അത് വിശ്വസിക്കില്ല അല്ലേ? എത്ര അല്ലെങ്കിൽ മറ്റേ സാധനം ഉണ്ട്, മറ്റേ കാറ്ററിംഗിലേക്ക് ഞാൻ ബസ്സിൽ ബാഗ് എടുത്തിട്ട് പോവാം. വന്നിട്ട് പറയാ ആരവിടെ കുറെ നേരമായിട്ട് 2-3 പേരങ്ങനെ നിക്കണ്ടോ. പിന്നെ അച്ഛൻ കിടന്നറങ്ങി അറിയൂ, അല്ലാണ്ടൊന്നും പറയത്തില്ല. അല്ല, അച്ഛന് ഇതുവരെ ഒരാള് ഒരു വണ്ടി ബാക്കിൽ ഇങ്ങനെ വന്നു. അച്ഛൻ സിനിമയില് മറ്റേ റോക്കി പോയോ, നിങ്ങൾ കേറിച്ചല്ലേ? എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഫോണിൽ എന്തെങ്കിലും എല്ലാവർക്കും കൂടെയാണ് കേറി ബാക്കിൽ വരാം. അത് നടക്കുള്ളൂ. ആ കാറിന്റെ കാർ ഷെഡിന് നിക്ക് ലൈറ്റ് ഇട്ടുണ്ടോ നോക്കട്ടെ. ലൈറ്റ് ഓഫ് നോക്കട്ടെ എന്താ പരിപാടി. ഷെഡിന്റെ അവിടെ ലൈറ്റ് ഇട്ടുണ്ടോ നോക്കാം. ഒരു കാര്യം ചെയ്യാ, 5 പോവാ, എന്നിട്ട് പറയാ അച്ഛാ അപ്പൊ ഗേൾ ഫ്രണ്ടിനെ കൊണ്ടൊക്കെ വന്നിട്ടുണ്ട് പറഞ്ഞിട്ട് പറഞ്ഞ പൊളിക്കും. സ്വത്തും വന്നോണ്ടു ആ അങ്ങനെ ചെയ്യും. സംസാരിക്കുക, എന്താ ചെയ്യണ്ട അവന്റെ അടുത്ത് പറഞ്ഞു മനസ്സിലാക്കുന്നത്. അച്ഛൻ്റെ അടുത്ത് ഇങ്ങോട്ട് വരാൻ പറയണ്ട, നമുക്ക് അങ്ങോട്ട് അല്ല. ഞാൻ വിളിക്കാന്ന് പറഞ്ഞു, നീ ജസ്റ്റ് ഇവിടേക്ക് വന്നാൽ മതി, ഗേറ്റിന്റെ അടുത്ത് ഞങ്ങൾ അങ്ങോട്ട് വരാം. അതെ, എങ്ങനെ പറയാ, അപ്പൊ ഒരു പെണ്ണെ കൊണ്ട് അവന്റെ വീട്ടിൽ കയറാൻ പറ്റില്ല, സീനാണ്. അപ്പൊ മറ്റേ സ്വത്തും വന്നിട്ടുണ്ട്. അപ്പൊ എന്താ വെച്ചാല് എന്താ ഇങ്ങോട്ട് വിളിക്കണോ അതോ അച്ഛൻ എന്താ ചെയ്യണ്ട്? ഒന്ന് സംസാരിക്കുന്നു പറഞ്ഞാൽ മതി. ഞാൻ വേഗം ആയിക്കോട്ടെ, ലേറ്റ് ആക്കണ്ട. ഇപ്പൊ ഈ ലൈറ്റ് കണ്ടപ്പോ വരുമോ? ഒരു കുട്ടി അപ്പൂനെ ഇഷ്ടാന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്, ഇറങ്ങി വന്നു പോണൂല്ല, അവനവിടെ വണ്ടിയിലുണ്ട് പറയാ. ശരി ഓക്കെ, എന്നാ വിട് സമയമില്ല. അതെ, എന്നെ വന്ന് വിളിച്ചാ മതി, ഒരിക്കലും അവരെങ്ങോട്ട് വിടരുത് കേട്ടോ. മുത്തു, നീ എന്നാ ഈ ഫോണിൽ പിടിക്കടാ. എന്തൊക്കെ ഉണ്ടാവണം കേട്ടോ. ചെക്കനാണോ അച്ഛനാണോ? ചെക്കനാണോ? സ്വന്തം അച്ഛനാണ് കേട്ടോ. എനിക്ക് കൊണ്ടുപോകണ്ടോ? എനിക്ക് അവിടെ കാണണ്ടേ? എന്താ പറഞ്ഞു? അവളെ എനിക്കങ്ങനെ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല. ഇവള് വിളിച്ചിട്ട് വണ്ടിയിലുണ്ട്, ഇങ്ങോട്ട് വരാൻ ഒരു മടി, ഇഷ്ടാന്ന് പറഞ്ഞിട്ടേ നേരെ ഇറങ്ങി വന്നു. ഞാന് ഇവളുടെ അടുത്ത് പറഞ്ഞു, ഇവള് പറഞ്ഞു എന്നാ അച്ഛനോട് പറയുന്നു പറഞ്ഞു. 5 വടക്കാഞ്ചേരി
ഞാൻ കൂടുന്നതല്ല, അവള് വീട്ടിന്റെ അവിടെ വന്നു, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. വീട്ടിന്റെ അവിടെ വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഇതാവണം. അശോമൻ ഒന്ന് കാണുമോ വന്നിട്ട്? അങ്ങോട്ട് വിളിക്കാല്ലേ എന്നാ പ്രശ്നവും. പക്ഷെ അവളാണെന്ന് തിരിച്ചു പോകാനും പറ്റില്ല, അവിടെയാണ് വെച്ചാൽ ആകെ പ്രശ്നം. അപ്പൊ എന്താ വെച്ചാല് അവളെ ഏകദേശം ഇനി എന്താ വെച്ചാൽ ചെയ്തോന്ന് പറഞ്ഞിട്ട് വിട്ടൊക്കെയാണ് അവരും. ഞാൻ ഇറങ്ങി വരാനൊന്നും പറഞ്ഞില്ലേ, ഇറങ്ങി വന്നിട്ട് കേറുന്നു. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ എന്താ വിളിച്ചാലോ? അവിടെ വീട്ടിലേക്ക് കയറ്റാൻ പറ്റില്ല, വീട്ടിലേക്ക് എന്തായാലും കയറ്റാൻ പറ്റില്ല. ഈ നേരം കൊണ്ട് ഞാൻ അപ്പുറത്ത് പോയിട്ട് ആ പിള്ളേരെ പറഞ്ഞ് സെറ്റാക്കണം കേട്ടോ. പിള്ളേരുടെ അടുത്ത് ഞാൻ പറയാം പോലീസിൽ നിന്ന് വന്നാൽ പറയണ്ട, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് നിർത്തിയിരിക്കുകയാണ്. അതല്ലെങ്കിൽ അവരും കൂടി സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഇത് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അങ്കിളാണെങ്കിൽ ഉള്ളിൽ ഒരു കോളിലാണ്, അപ്പോൾ ആ കോള് കഴിഞ്ഞിട്ടാണ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക്. സോ അപ്പോഴേക്കും ഞാൻ മെല്ലെ ഏകദേശം ഞാൻ അവിടുന്ന് കാര്യങ്ങൾ നോട്ട് ചെയ്യുമ്പോഴേക്കും ഞാൻ ഇവിടുന്ന് പിന്നെ ഇൻഫർമേഷൻ കൊടുക്കുക ആ ഒരു പ്ലാനിലാണ്. അതാണ് ഞാൻ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് കയറി നിൽക്കുന്നത് കേട്ടോ. വിളിക്കട്ടെ. സന്തോഷായില്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ്? അപ്പോൾ നമ്മുടെ പ്രാങ്കും കാര്യങ്ങളൊക്കെ എല്ലാവരും അഭിപ്രായം വേണം. അപ്പോൾ ഓക്കെ, ബൈ.